ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലോഗിൻ പേജ് ആണ്. ഒരു സിമ്പിൾ ആയിട്ടൊരു ലോഗിൻ പേജ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് അതിൻ്റെ ലേഔട്ട് ചെയ്യാം. നേരെ ആക്ടിവിറ്റി മെയിലോട്ട് വന്നിട്ട് ഒരു ടെക്സ്റ്റ് വ്യൂ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടിടുന്നു. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റ് വാല്യൂ മാറ്റിയിട്ട് സൈൻ ഇൻ പേജ് എന്ന് കൊടുക്കുന്നു. അതിൻ്റെ സൈസ്, ആ ടെക്സ്റ്റ് വ്യൂവിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു കളർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിനെ ഒന്ന് ബോൾഡ് ആക്കുന്നു. ഓക്കെ, കുറച്ച് മേളിൽ കൊണ്ടുവയ്ക്കുന്നു. ഇനി നമുക്ക് യൂസറിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി യൂസർ ഐ ഡി കൊടുക്കാനും പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി നമുക്ക് രണ്ട് എഡിറ്റ് ടെക്സ്റ്റ് വേണം. അപ്പോൾ ഒന്ന് ഞാൻ പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കുന്നു. പ്ലെയിൻ ടെക്സ്റ്റ് എടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഐ ഡി ആണ്. അത് ചിലപ്പോൾ മിക്സപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ക്യാരക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഡിജിറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ആൽഫബറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മിക്സ് ആയിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി സാധാ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തു, ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. പ്ലെയിൻ ടെക്സ്റ്റിലെ ടെക്സ്റ്റ് വാല്യൂ ഞാൻ എം ടി ആക്കി വയ്ക്കുന്നു. എന്നിട്ടൊരു ഹിൻഡ് കൊടുക്കുകയാണ്. യൂസർ നെയിം കൊടുക്കാനുള്ള ഒരു ഹിൻഡ് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനൊരു ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഐ ഡി ഞാൻ യൂസർ നെയിം എന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് റീഫാക്ടർ കൊടുക്കും. ഓക്കെ, ഇനി പാസ്വേഡാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് ഫീൽഡ് വരാൻ വേണ്ടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഹൈഡ് ചെയ്യും. നമ്മൾ സാധാരണ ഫോണിൽ വെബ്സൈറ്റ് കണ്ടിട്ടുള്ള സംഭവമാണ്. ഇവിടെ രണ്ട് പാസ്വേഡ് ഉണ്ട്. ഒന്ന് പാസ്വേഡ് ഉണ്ട്, പാസ്വേഡ് ന്യൂമറിക്കും ഉണ്ട്. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. പാസ്വേഡ് ന്യൂമറിക്കാണെങ്കിൽ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഡിഫറൻസ്. പിന്നെ അവിടെ നിന്ന് പാസ്വേഡ് മാത്രം, സാധാ പാസ്വേഡ് മാത്രം ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിടുന്നു. അതിൻ്റെ സൈസ് ഒന്ന് അലൈൻ ചെയ്യുന്നു. എന്നിട്ട് ഹിൻഡിൻ്റെ അവിടെ ഞാൻ പാസ്വേഡ് ഒന്ന് കൊടുത്തു. എന്നിട്ട് ഇതിനൊരു യൂസർ ഐ ഡി കൊടുത്തു, യൂസർ പാസ്, എൻ്റർ റീഫാക്ടർ. ഇനി നമുക്കൊരു ബട്ടൺ വേണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് പേജിലോട്ട് പോകാറുള്ളത്. ഓക്കെ, ഒരു ബട്ടൺ കൊണ്ടുവച്ചു. ഓക്കെ, കണക്ഷൻ ചെയ്തു. അതിൻ്റെ സൈസ് റേഷൻ കൂട്ടി. അല്ല, ടെക്സ്റ്റ് വാല്യൂ മാറ്റിയിട്ട് സൈൻ അപ്പ് എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ കളർ മാറ്റാൻ വേണ്ടി, ബട്ടൻ്റെ കളർ മാറ്റാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ടിന്നാണ്. ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവൻ്റ് നടക്കണം. അതിനുവേണ്ടി ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓൺ ക്ലിക്ക് എന്ന് സെർച്ച് ചെയ്ത് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഗോ ടു വെൽക്കം പേജ്. എൻ്റർ അടിച്ച് സ്പ്ലിറ്റ് കോഡ് എടുത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ടിനോട് വന്നിട്ട് ഷോ കണ്ടന്റ് ആക്ഷൻ്റെ അവിടെ ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ആക്ടിവിറ്റിയിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഈ ലേഔട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ രണ്ട് എഡിറ്റ് ടെക്സ്റ്റിനെ ലിങ്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് ജാവ കോഡിൽ ലിങ്ക് ചെയ്യിപ്പിക്കണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നേരെ ഓവർ റൈഡിൻ്റെ മേലെ പോയി എഡിറ്റ് ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഫസ്റ്റ് വിഡ്ജറ്റിൻ്റെ ഐ ഡി കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അടുത്ത വിഡ്ജറ്റിൻ്റെ ഐ ഡി, അടുത്ത എഡിറ്റ് ടെക്സ്റ്റിൻ്റെ ഐ ഡി കോപ്പി ചെയ്യുക, ഇപ്പുറത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കതിനെ ലിങ്ക് ചെയ്യിപ്പിക്കാം. യൂസർ നെയിം ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി r.id. യൂസർ നെയിം സെമിക്കോളൻ കൺട്രോൾ ഡി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടുത്ത വേരിയബിൾ ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. അതെനിക്ക് ഇവിടെയും ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു പുതിയ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഫയല് ന്യൂ ആക്ടിവിറ്റി MD ആക്ടിവിറ്റി. ഞാൻ ഇവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. വെൽക്കം പേജ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ഫിനിഷ് കൊടുത്ത് നമുക്ക് വെൽക്കം പേജ് എന്ന് പറഞ്ഞ പുതിയൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് നേരെ വയ്ക്കാം, ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ആവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വെൽക്കം പേജും കിട്ടി, അതിൻ്റെ ലേഔട്ടും കിട്ടി. അപ്പോൾ ആ ലേഔട്ടിൽ വെൽക്കം പേജ് എന്ന് അറിയാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് വ്യൂ കൊണ്ടുവയ്ക്കുന്നു. അതിൻ്റെ ടെക്സ്റ്റ് വാല്യൂ മാറ്റിയിട്ട് ഞാൻ
വെൽക്കം എന്ന് കൊടുത്തു. അതിൻ്റെ ഫോൺ സൈസ് ഒത്തി കൂട്ടി അതിനൊരു കളറും കൂടി കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ബട്ടണും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ലോഗിൻ പേജിലോട്ട് പോകണം. ഓക്കെ, അതിൻ്റെ ബട്ടൻ്റെ ടെക്സ്റ്റ് വാല്യൂ മാറ്റിയിട്ട് സൈൻ ഔട്ട് എന്ന് കൊടുത്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് വർക്ക് ആകണം. അതിനുവേണ്ടി നമുക്ക് ഓൺ ക്ലിക്ക് കൊടുക്കാം. ഓൺ ക്ലിക്കിൻ്റെ അവിടെ വന്നിട്ട് ഗോ ടു ഹോം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം കൊടുക്കാം. സ്പ്ലിറ്റ് കോഡ് എടുക്കുക, ബട്ടണിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബട്ടൻ്റെ ഒരു അലൈൻമെൻറ്റ് ശരിയായില്ല. കൺസ്ട്രെയിൻ എക്സ്പാൻഡ് വെർട്ടിക്കലി ഹൊറിസോണ്ടൽ, അയ്യോ അതല്ല, എക്സ്പാൻഡ് അല്ല, ഇടുന്ന് സെൻറ്ററാണ്, സെൻറ്ററിൽ ഹൊറിസോണ്ടൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓൺ ക്ലിക്കിന് അവിടെ വന്നിട്ട് ഷോ കണ്ട ആക്ഷൻ്റെ ക്രിയേറ്റ്. ഓക്കെ, നമ്മളെ പുതിയ ആക്ടിവിറ്റി ആയി. ഇനി നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആക്ടിവിറ്റിയിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ആക്ടിവിറ്റിയിൽ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഇൻറ്റൻ്റ് ആണ് യൂസ് ചെയ്യണം. ബട്ടൻ്റെ അവിടെ വന്നിട്ട് നമുക്കൊരു ഇൻറ്റൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റൻ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഈ നടുക്കത്തെ 2 ലൈൻ, മിഡിലുള്ള 2 സെൻറ്റൻസ് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ വ്യൂവിൻ്റെ ഇൻറ്റൻ്റ് ഒബ്ജക്റ്റ് വ്യൂ മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഒരു ഒബ്ജക്റ്റ് നെയിം കൊടുക്കുക. എവിടെയൊക്കെ വ്യൂ ഉണ്ടോ അതെല്ലാം റീപ്ലേസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ മാറ്റിക്കളയില്ല, ഇൻറ്റൻ്റ് ഒബ്ജക്റ്റിൻ്റെ പേര് മാത്രം മാറ്റിയാൽ മതി. എന്നിട്ട് ഇവിടെ നമുക്ക് ലിങ്ക് മീൻസ് ഏതിലോട്ടാണ് പോകുന്നത് ആ ഒരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദിസ് ഏത് പേജിലോട്ടാണ് എനിക്ക് പോകുന്നത്? വെൽക്കം പേജിലോട്ട് പോകണം. ഡോട്ട് ക്ലാസ്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം റൺ ആയിട്ടുണ്ട്. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെൽക്കം പേജിലോട്ട് പോകാനുള്ള കോഡാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്തോ എറർ വന്നു. ഇൻറ്റന്റ് ഐ ന്യൂ ദിസ് വെൽക്കം ഡോട്ട് ക്ലാസ്, വെൽക്കം പേജ് ഡോട്ട് ക്ലാസ്. ഓക്കെ ശരിയായി. എനിക്ക് തോന്നുന്നു ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തെന്ന് തോന്നുന്നു, അതായിരിക്കും പെട്ടെന്ന് ക്രാഷ് ആയത്. ഓക്കെ, വർക്കായിട്ടുണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വെൽക്കം പേജിലോട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ ബാക്ക് ഇറങ്ങിയിട്ട് ഒന്ന് നോക്കാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വെൽക്കം പേജിലോട്ട് വരുന്നു. ഇനി ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെൽക്കം പേജിലോട്ട് വരല്ലേ, ഇവിടെ കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ വെൽക്കം പേജിലോട്ട് പോകത്തുള്ളൂ. അതിനാണ് നമ്മൾ ലോഗിൻ പേജൊക്കെ ക്രിയേറ്റ് ചെയ്യണം, സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ ഡേറ്റാബേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളല്ലാതെ നമ്മൾ തന്നെ ഒരു കറണ്ട് വാല്യൂ ഇപ്പോൾ കൊടുക്കും. ആ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നെങ്കിൽ മാത്രമേ വെൽക്കം പേജിലോട്ട് പോകത്തുള്ളൂ. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളെ യൂസർ നെയിമും പാസ്വേഡ് സ്റ്റോർ ചെയ്തേക്കുന്ന ലിങ്ക് ചെയ്തിരിക്കുന്ന 2 വേരിയബിളാണ് യൂസർ നെയിമും യൂസർ പാസ്വേഡ്. അപ്പോൾ ഇതിലുള്ള വാല്യൂ 2 വേരിയബിളോട്ട് പുതിയൊരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം അതിനുവേണ്ടി യൂസർ ഐ ഡി യൂസർ PWD എന്നും പറഞ്ഞ് 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഈ 2 വേരിയബിളിലോട്ടായിരിക്കും നമ്മൾ ഇതിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോണത്. എൻ്റർ അടിച്ച് യൂസർ ഐ ഡി ഈക്വൽ ടു ആദ്യത്തെ എഡിറ്റ് ടെക്സ്റ്റിന് വാല്യൂ കിട്ടാൻ വേണ്ടി യൂസർ നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ്. രണ്ടാമത്തെ വാല്യൂ കിട്ടാൻ വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ യൂസർ നെയിം മാറ്റിയിട്ട് യൂസർ പാസ്. അപ്പോൾ നമ്മൾ 2 വാല്യൂയും സ്റ്റോർ ചെയ്ത് യൂസർ ഐ ഡിയിലും യൂസർ പാസ്വേഡിലും കൊടുത്ത് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ കൊടുക്കുന്ന വാല്യൂയും ഞാൻ കൊടുക്കുന്ന വാല്യൂയും യൂസർ കൊടുക്കുന്ന വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ മാത്രമേ ഇൻറ്റന്റ് യൂസ് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്കൊരു കണ്ടീഷന് വേണ്ടി ഇഫ് എഴുതാം. ഇഫ് യൂസർ ഐ ഡിക്കകത്ത് ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി പുതിയൊരു മെത്തേഡ് ഉണ്ട്, ഈക്വൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈക്വൽസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഡിഫാൾട്ടായിട്ട് ഒന്ന് കൊടുക്കുകയാണ്, അമൽ 123. അപ്പോൾ എൻ്റെ ഡിഫാൾട്ട് പാസ്വേഡ് എന്തിനാണ്? അമൽ 123 ആയിരിക്കും. അമൽ 123 ആയിരിക്കണം. അപ്പം യൂസർ ടൈപ്പ് ചെയ്യണ പാസ്വേഡും ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡയറക്റ്റ് കൊടുത്തേക്കണ പാസ്വേഡും ശരിയാണെങ്കിൽ മാത്രമേ വെൽക്കം പേജിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ യൂസർ ഐ ഡിയും അത് കണക്ക് എന്ത് ചെയ്യണം? പാസ്വേഡും ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ആൻഡ് ഓപ്പറേറ്റർ കൊടുത്ത്, കാരണം 2 ശരിയാവണം. അപ്പോൾ യൂസർ
pwd ഡോട്ട് ഈക്വൽസ് ഡബിൾ കോട്ട്സിനകത്ത് പാസ്വേഡിന് ഞാൻ 123 എന്ന് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്താണ് ഞാൻ ഇൻറ്റൻറ്റ് കൊടുക്കുന്നത്. കാരണം യൂസർ നെയിമും പാസ്വേഡും ഞാൻ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ 2 വാല്യൂസ് മാത്രമാണെങ്കിൽ മാത്രമേ അടുത്ത പേജിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ടോസിൻ്റെ അകത്ത് ഒരു അലേർട്ട് കാണിക്കണം. ടോസിൻ്റെ അകത്ത് കയറിയിട്ട് കാണിക്കണം ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, നമുക്കിനി പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു തെറ്റായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡും കൊടുക്കാം. ഞാൻ ഇവിടെ QWET എന്ന് കൊടുത്ത്, അല്ലെ QWER എന്ന് കൊടുത്ത്, എന്നിട്ട് പാസ്വേഡ് കീബോർഡിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള വാല്യൂസ്, എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുമ്പോൾ കണ്ട ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇനി നമുക്ക് ശരിയായിട്ടുള്ള വാല്യൂസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഡിഫാൾട്ട് പാസ്വേഡ് എന്താണ്? amal123. ഡിഫാൾട്ട് യൂസർ നെയിം amal123, ഡിഫാൾട്ട് പാസ്വേഡ് 123. ഇനി സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ലോഗിൻ പേജിലോട്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന യൂസർ കൊടുക്കുന്ന വാല്യൂ നമ്മൾ ഡിഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യണ വാല്യൂ ഈക്വൽസ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു മെത്തേഡാണ് ഈക്വൽസ്. ഇവിടെ നിന്ന് റീഡ് ചെയ്യും, ഈ ഒരു ലൈനിൽ റീഡ് ചെയ്യും. ഇവിടെ യൂസർ എന്ന് ടൈപ്പ് ചെയ്യുമോ ആ വാല്യൂ റീഡ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? യൂസർ ഐ ഡിയിൽ പാസ്വേഡ് ചെയ്യും. യൂസർ ഐ ഡിയിലോട്ട് സ്റ്റോർ ചെയ്യും. അതാണെങ്കിൽ ഇവിടെ നിന്ന് ഏത് വാല്യൂ ഞാൻ ടൈപ്പ് ചെയ്യുമോ അത് ഇവിടെ നിന്ന് റീഡ് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും? യൂസർ PWT സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും, ചെക്ക് ചെയ്ത് നോക്കി. ഈക്വൽ ആണെങ്കിൽ കടത്തിയിടും, ഈക്വൽ അല്ലെങ്കിൽ കടത്തിയിടത്തില്ല. അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ ഡബിൾ ഈക്വൽസ് വർക്ക് ആവത്തില്ലേ, അതിന്റെ സെയിം ഫംഗ്ഷൻ ആണ് ഈ മെത്തേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ സംഭവം കൂടി ചെയ്യാം. വെൽക്കം പേജിലോട്ട് പോകുമ്പോൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഹോം പേജിലോട്ട് വരണം. അപ്പം അതിനുവേണ്ടി വലിയ കോഡൊന്നുമില്ല, ഫിനിഷ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്താണ്. ഫിനിഷ്, എന്നിട്ട് കോഡൊന്നും കൂടി എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. amal123 പാസ്വേഡ് 123. ഇപ്പോൾ പാസ്വേഡ് ഞാൻ ഇപ്പോൾ തെറ്റായിട്ട് കൊടുത്താൽ പോലും നമുക്ക് വാർണിംഗ് കാണിക്കും. സൈൻ അപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വെൽക്കം പേജിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ലോഗിൻ പേജ്. ഇനി നമ്മൾ ഈ ഒരു സിമ്പിൾ ലോഗിൻ പേജിനകത്ത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തും. നമുക്ക് സൈൻ അപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംഭവം വെക്കും. എന്നിട്ട് അവിടെ നിന്ന് യൂസർ രജിസ്റ്റർ ചെയ്തിട്ട് ആ വാല്യൂ ഇന്ത്യൻ്റെ ഇവിടെ പാസ് ചെയ്തിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും. അതാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിലായിരിക്കും.